നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇനി കള്ളപ്പണ ഇടപാടുകളൊക്കെ തന്നെ കണ്ണടച്ച് തുറക്കും മുമ്പ് കണ്ടുപിടിച്ചിരിക്കും. കേന്ദ്രത്തിന്റെ പുതിയ നീക്കമാണ് കള്ളപ്പണ ഇടപാടുകാരെ ഞെട്ടിച്ചുകൊണ്ട് ഇപ്പോൾ പുറത്തു വരുന്നത്. സാമ്പത്തിക കുറ്റകൃത്യങ്ങളും കള്ളപ്പണം വെളുപ്പിക്കലും തടയുന്നതിനുള്ള കേന്ദ്ര ഏജൻസിയായ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കൂടുതൽ ശക്തിപ്പെടുത്താൻ കേന്ദ്ര സർക്കാരിന്റെ നിർണായക തീരുമാനം. ഏജൻസിയുടെ പ്രവർത്തനങ്ങൾ കുറ്റമറ്റതാക്കാനും കൂടുതൽ കാര്യക്ഷമമാക്കാനും ലക്ഷ്യമിട്ടുള്ള സമഗ്രമായ പുനഃസംഘടനയ്ക്കാണ് കേന്ദ്രം അംഗീകാരം നൽകിയിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായി ഏജൻസിയിൽ 1200-ലധികം പുതിയ തസ്തികകൾ സൃഷ്ടിക്കാനാണ് കേന്ദ്ര സർക്കാർ അനുമതി നൽകിയിരിക്കുന്നത്. നീണ്ട 15 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഇഡിയിൽ ഇത്തരമൊരു വിപുലമായ കേഡർ പുനഃസംഘടന നടക്കുന്നത് തന്നെ. ഈ പുതിയ പരിഷ്കരണത്തോടെ ഏജൻസിയുടെ ആകെ അംഗബലം നിലവിലുള്ള 2029 നിന്നും 3256 കുത്തനെ ഉയരും. ഏജൻസിയുടെ എക്സിക്യൂട്ടീവ്, ലീഗൽ, അഡ്ജുഡിക്കേഷൻ വിഭാഗങ്ങളിലായി ആകെ 1227 പുതിയ തസ്തികകളാണ് പുതുതായി സൃഷ്ടിച്ചിരിക്കുന്നത്. അസിസ്റ്റന്റ് എൻഫോഴ്സ്മെന്റ് ഓഫീസർ റാങ്കിൽ 803 പേരെയും, എൻഫോഴ്സ്മെന്റ് ഓഫീസറായി 606 പേരെയും, അസിസ്റ്റന്റ് ഡയറക്ടർ ഓഫ് എൻഫോഴ്സ്മെന്റ് തസ്തികയിൽ 531 പേരെയും ഉൾപ്പെടുത്താനാണ് തീരുമാനം. മേൽനോട്ട പദവികളിലും ഫീൽഡ് തലത്തിലുമുള്ള അന്വേഷണ ഉദ്യോഗസ്ഥരുടെ എണ്ണത്തിലും വരുത്തുന്ന ഈ വർധനവ് കേസുകളുടെ വിചാരണയും അന്വേഷണവും വേഗത്തിലാക്കാൻ സഹായിക്കും. ഇതിനു മുമ്പ് 2011 ഇഡിയിൽ വിപുലമായ കേഡർ പുനഃസംഘടന നടന്നത്. അതിനുശേഷം സാമ്പത്തിക കുറ്റകൃത്യങ്ങളുടെ സ്വഭാവത്തിലും എണ്ണത്തിലും വലിയ മാറ്റങ്ങളുണ്ടായ സാഹചര്യത്തിലാണ് ഇപ്പോഴത്തെ അടിയന്തര നടപടി. ധനകാര്യ മന്ത്രാലയത്തിന് കീഴിലുള്ള റവന്യൂ വകുപ്പാണ് ഇത് സംബന്ധിച്ച ഔദ്യോഗിക ഉത്തരവ് പുറപ്പെടുവിച്ചത്. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വസതിയിൽ നടന്ന പരിശോധനയ്ക്കിടെ ഇഡി ഉദ്യോഗസ്ഥർക്ക് നേരെ ആക്രമണമുണ്ടായ അതേ ദിവസം തന്നെയാണ് ഏജൻസിയെ കൂടുതൽ സശക്തമാക്കുന്ന പുനഃസംഘടനയുടെ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നതും എന്നതും ശ്രദ്ധേയമാണ്. പുനഃസംഘടന പൂർത്തിയാകുന്നതോടെ കള്ളപ്പണ കേസുകളിലെ അന്വേഷണം വേഗത്തിലാക്കാനും കുറ്റവാളികളുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടൽ, ശിക്ഷാ നടപടികൾ എന്നിവ ത്വരിതപ്പെടുത്താനും ഇഡിക്ക് സാധിക്കും. എക്സിക്യൂട്ടീവ്, ലീഗൽ, അഡ്ജുഡിക്കേഷൻ, മിനിസ്റ്റീരിയൽ, സിസ്റ്റംസ്, സെക്യൂരിറ്റി, സപ്പോർട്ട് സ്റ്റാഫ് തുടങ്ങിയ വിവിധ കേഡറുകളിലെ പദവികളിലാണ് വലിയ മാറ്റങ്ങൾ വരുത്തിയിട്ടുള്ളത്. എക്സിക്യൂട്ടീവ് വിഭാഗത്തിൽ അഡീഷണൽ ഡയറക്ടർമാർ 10 നിന്നും 24 ജോയിന്റ് ഡയറക്ടർമാർ 28 പദവികളിൽ നിന്ന് 49 ഡെപ്യൂട്ടി ഡയറക്ടർമാർ നിലവിലുള്ള 148 തസ്തികകൾ 267 അസിസ്റ്റന്റ് ഡയറക്ടർമാർ 255 നിന്നും 531 എൻഫോഴ്സ്മെന്റ് ഓഫീസർമാർ 355 പദവികൾ 606 ഉയർത്തി. അസിസ്റ്റന്റ് എൻഫോഴ്സ്മെന്റ് ഓഫീസർമാർ 425 തസ്തികകൾ എന്നത് ഇനി 803 വർദ്ധിക്കും. അതേസമയം ഇഡി ഡയറക്ടറുടെ ഏക തസ്തികയിലും 7 സ്പെഷ്യൽ ഡയറക്ടർ പദവികളിലും യാതൊരു മാറ്റവുമില്ലാതെ തുടരും. നിയമവിഭാഗത്തിലും വിപുലമായ പരിഷ്കാരങ്ങൾ നടപ്പാക്കിയിട്ടുണ്ട്. അഡീഷണൽ ഡയറക്ടർമാർ 1 നിന്ന് 7 ഡെപ്യൂട്ടി ലീഗൽ അഡ്വൈസർമാർ 7 നിന്ന് 18 അസിസ്റ്റന്റ് ലീഗൽ അഡ്വൈസർമാർ 18 നിന്ന് 36 വർദ്ധിപ്പിച്ചു. കള്ളപ്പണ വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരമുള്ള വിധി നിർണയ പ്രക്രിയകൾ സുഗമമാക്കാൻ അഡ്ജുഡിക്കേഷൻ വിഭാഗത്തിൽ പുതിയ തസ്തികകളും സൃഷ്ടിച്ചു. ഇതിന്റെ ഭാഗമായി 2 അഡീഷണൽ ഡയറക്ടർമാർ, 3 ജോയിന്റ് ഡയറക്ടർമാർ, 5 ഡെപ്യൂട്ടി ഡയറക്ടർമാർ, 10 അസിസ്റ്റന്റ് ഡയറക്ടർമാർ എന്നിവരെ പുതുതായി നിയമിക്കും. എന്നാൽ സ്പെഷ്യൽ ഡയറക്ടർ തസ്തിക എണ്ണത്തിൽ മാറ്റമില്ലാതെ നിലനിർത്തിയിട്ടുണ്ട്. സൂപ്രണ്ടുമാർ, അസിസ്റ്റന്റുമാർ എന്നിവരടങ്ങുന്ന മിനിസ്റ്റീരിയൽ ജീവനക്കാരുടെ എണ്ണത്തിലും മാറ്റങ്ങളുണ്ട്. സീനിയർ സെപ്പോയിമാരുടെ തസ്തികകൾ 209 നിന്ന് 273 ഉയരും. സപ്പോർട്ട് വിഭാഗത്തിൽ സീനിയർ പ്രൈവറ്റ് സെക്രട്ടറിമാരുടെ എണ്ണം 4 സ്റ്റെനോഗ്രാഫർ ഗ്രേഡ് 1 തസ്തികകൾ 20 നിന്ന് 44 വർദ്ധിപ്പിച്ചു. പ്രൈവറ്റ് സെക്രട്ടറിമാർ, സ്റ്റെനോഗ്രാഫർ ഗ്രേഡ് 2, ഡ്രൈവർമാർ, മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് എന്നീ തസ്തികകളിലും കാര്യമായ മാറ്റങ്ങളില്ല. ചില സാങ്കേതിക സിസ്റ്റം തസ്തികകളുടെ എണ്ണം നിലനിർത്തിക്കൊണ്ട് തന്നെ അവയുടെ ശമ്പള നിരക്കുകളിൽ പരിഷ്കരണങ്ങൾ വരുത്തിയിട്ടുണ്ട്. ആധുനിക കാലത്തെ സാമ്പത്തിക കുറ്റകൃത്യങ്ങളുടെ സങ്കീർണതയാണ് തസ്തികകൾ വർദ്ധിപ്പിക്കാൻ സർക്കാരിനെ പ്രേരിപ്പിച്ചത്.
സൈബർ കുറ്റകൃത്യങ്ങൾ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ദുരുപയോഗം പോലെയുള്ള തട്ടിപ്പുകൾ, ക്രിപ്റ്റോ കറൻസി വഴിയുള്ള കള്ളപ്പണം വെളുപ്പിക്കൽ തുടങ്ങിയ അത്യാധുനിക സാങ്കേതിക മേഖലകളിലെ കേസുകൾ രാജ്യത്ത് വലിയ രീതിയിൽ വർദ്ധിച്ചു വരികയാണ്. ഇത്തരം സങ്കീർണമായ കേസുകൾ കൃത്യതയോടെയും സാങ്കേതിക മികവോടെയും അന്വേഷിച്ച് കണ്ടെത്തുന്നതിന് കൂടുതൽ മനുഷ്യവിഭവശേഷി ആവശ്യമാണെന്നും അധികൃതർ വ്യക്തമാക്കി. സാമ്പത്തിക നിയമനിർവഹണം, സാമ്പത്തിക കുറ്റകൃത്യ രഹസ്യാന്വേഷണം എന്നിവയ്ക്കായി പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ഒരു കേന്ദ്ര അന്വേഷണ ഏജൻസിയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. ഇത് കേന്ദ്ര ധനകാര്യ മന്ത്രാലയത്തിന്റെ കീഴിലുള്ള റവന്യൂ വകുപ്പിന്റെ ഭാഗമായാണ് പ്രവർത്തിക്കുന്നത്. 3 പ്രധാന നിയമങ്ങൾ നടപ്പിലാക്കാനാണ് ഇഡിക്ക് അധികാരമുള്ളത്. ഒന്ന്, PMLA, പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിംഗ് ആക്ട് 2002. അതായത് കള്ളപ്പണം വെളുപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങൾ അന്വേഷിക്കാനും അത്തരം പണം ഉപയോഗിച്ച് സമ്പാദിച്ച സ്വത്തുകൾ കണ്ടുകെട്ടാനും അറസ്റ്റ് ചെയ്യാനും ഇതിലൂടെ അധികാരമുണ്ട്. 2, FEMA, ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെന്റ് ആക്ട് 1999. അതായത് വിദേശ നാണ്യ വിനിമയ ചട്ട ലംഘനങ്ങളുമായി ബന്ധപ്പെട്ട സിവിൽ കേസുകൾ അന്വേഷിക്കുകയും പിഴ ചുമത്തുകയും ചെയ്യുക. 3, FEOA, ഫുഗിറ്റീവ് എക്കണോമിക് ഒഫൻഡേഴ്സ് ആക്ട് 2018. അതായത് സാമ്പത്തിക തട്ടിപ്പ് നടത്തി ഇന്ത്യയിൽ നിന്നും വിദേശത്തേക്ക് മുങ്ങുന്ന സാമ്പത്തിക കുറ്റവാളികളുടെ സ്വത്തുകൾ കണ്ടുകെട്ടുക. ഡയറക്ടർ ഓഫ് എൻഫോഴ്സ്മെന്റ് ആണ് ഈ ഏജൻസിയുടെ തലവൻ. മുംബൈ, ചെന്നൈ, ഛത്തീസ്ഗഡ്, കൊൽക്കത്ത, ഡൽഹി എന്നിവിടങ്ങളിൽ റീജിയണൽ ഓഫീസുകളുണ്ട്. കേരളത്തിൽ കൊച്ചിയിലും കോഴിക്കോടും ഇഡിയുടെ ഓഫീസുകൾ പ്രവർത്തിക്കുന്നുണ്ട്. ഏതായാലും ഇപ്പോൾ വലിയൊരു പരിഷ്കരണം തന്നെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് കീഴിൽ ഇഡി നടത്താനായിട്ട് ഉദ്ദേശിക്കുന്നത്. അതും ഈ പറഞ്ഞതുപോലെ കഴിഞ്ഞ ദിവസം ഇഡിക്ക് നേരെ ഇവിടെ വലിയ രീതിയിലൊരു ആക്രമണം CPIM അഴിച്ചുവിട്ടതിന് പിന്നാലെ, അല്ലെങ്കിൽ അതേ ദിവസം തന്നെയാണ് ഇത്തരത്തിലൊരു നടപടി എടുത്തിരിക്കുന്നത് എന്നുള്ളത് കൂടി ശ്രദ്ധിക്കേണ്ടതാണ്. അതേസമയം തിരുവനന്തപുരത്ത് ഇഡി ഉദ്യോഗസ്ഥർക്കെതിരായ അതിക്രമത്തിൽ 5 പേരുടെ അറസ്റ്റാണ് ഇതുവരെ രേഖപ്പെടുത്തിയത്. കണ്ടാൽ അറിയാവുന്ന 300 പേർക്കെതിരെയാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇഡി അസിസ്റ്റന്റ് ഡയറക്ടറുടെ പരാതിയിലാണ് കേസെടുത്തത്. പ്രതികൾ മാരകായുധങ്ങളുമായി അന്യായമായി സംഘം ചേർന്നു. ഇവന്മാരെ കൊല്ലട എന്ന് ആക്രോശിച്ച് ഇഡി ഉദ്യോഗസ്ഥർ സഞ്ചരിച്ച കാർ ആക്രമിച്ചു. വടി ഉപയോഗിച്ച് ഇഡി ഉദ്യോഗസ്ഥന്റെ കൈക്ക് പരിക്കേൽപ്പിച്ചു. കാർ ഡ്രൈവറെ ഇഷ്ടിക ഉപയോഗിച്ച് എറിഞ്ഞ് കൊലപ്പെടുത്താൻ ശ്രമിച്ചു. പ്രതികളെ തടയാൻ ശ്രമിച്ച പോലീസ് CRPF ഉദ്യോഗസ്ഥരെ വടികളും കല്ലുകളും ഉപയോഗിച്ച് ആക്രമിച്ചു എന്നിങ്ങനെയാണ് FIR-ൽ പരാമർശമുള്ളത്. അതായത് ഗുരുതരമായിട്ടുള്ള വകുപ്പുകൾ തന്നെയാണ് ചേർത്തിയിരിക്കുന്നത്. ഏതായാലും ഇപ്പോൾ ഈ തല്ലാനും കൊല്ലാനൊക്കെ നടന്നിട്ടുള്ള ആളുകൾക്ക് വേണ്ടി ഈ പറയുന്ന സഖാക്കന്മാരൊക്കെ തന്നെ സ്റ്റേഷനിൽ വന്ന് അവരെ പുറത്തിറക്കി കൊണ്ടുവരുമോ എന്നുള്ളത് കൂടി നമുക്ക് കാണാം.